പാൽവില വർധനയുടെ കാര്യത്തിൽ അതേ തീരുമാനമായിട്ടുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയിൽ ഇത് സമഗ്രമായി ചർച്ച ചെയ്തു, നിങ്ങളോട് പറഞ്ഞതാണ്. അതൊരു പഠന കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. 3 മേഖലാ യൂണിയൻ്റെ MDമാരും ഫെഡറേഷൻ്റെ ഒരു ഉദ്യോഗസ്ഥനും സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനും അതുപോലെ ക്ഷീരവികസന വകുപ്പിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ അടക്കുന്ന 5 പേരെ കമ്മിറ്റിയാണ്. അവർ ഒരു സിറ്റിംഗ് നടത്തി. പക്ഷേ ഇപ്പോൾ നമ്മളുടെ എല്ലാ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ മുന്നൊരുക്കമായിട്ട് അവർ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അതിനിടയിലാണ് ഒരു സിറ്റിംഗ് നടത്തിയിട്ടുള്ളത്. അവരൊരു ചെറിയൊരു നോട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്ത ബോർഡിന് മുമ്പ് വിശദമായിട്ടുള്ള അതിൻ്റെ റിപ്പോർട്ട് തരാമെന്നും പറഞ്ഞിട്ട്, അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷനോ ചർച്ചയോ ഉണ്ടാവില്ല. അടുത്ത ബോർഡ് മീറ്റിങ്ങിന് ഒരു റിപ്പോർട്ട് കിട്ടുന്ന വിധത്തിൽ നമ്മളിപ്പോൾ അവരുടെ ഒരു നോട്ട് തന്നത് പരിഗണിച്ചുകൊണ്ട് അടുത്ത ബോർഡിലേക്ക് ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ്. തത്വത്തിൽ ഇപ്പോൾ വില കൂട്ടാണ്, കാരണം 2022 അവസാനം നമ്മൾ 6 രൂപ കൂട്ടിയത്. അപ്പോൾ തത്വത്തിൽ വില കൂട്ടാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? തത്വത്തിൽ വില കൂട്ടാമെന്നൊന്നും തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അവരുടെ റിപ്പോർട്ട് എന്താണ് തരുന്നത്? കാരണം ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ അവരുടെ റിപ്പോർട്ട് വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. വില കൂട്ടണമെങ്കിൽ എത്ര കൂട്ടണം എന്നുള്ളത് പറയണം. കൂട്ടിയാലുണ്ടാകും ഗുണവും ദോഷവും. ഇതാണ് അവരുടെ ടേംസ് ഓഫ് റെഫറൻസ് കൊടുത്തിട്ടുള്ളത്. അത് പരിശോധിക്കും. നമ്മൾ ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങളെപ്പോലുള്ളവർ കർഷകരുടെ പ്രതിനിധികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ നമുക്ക് കഴിയുള്ളൂ. അതോടൊപ്പം നമ്മൾ കർഷകരുടെ പ്രതിനിധി എന്നുള്ളതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവരുണ്ട്. ഈ സ്ഥാപനത്തിന് അത് ഒരു വിധത്തിലും ദോഷം ചെയ്യാത്ത വിധത്തിൽ എന്നാൽ കർഷകരെ എങ്ങനെ സഹായിക്കാം, അതാണ് അവരുടെ പരിശോധനാ വിഷയമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അത് കിട്ടുന്ന മുറയ്ക്ക് ഉചിതമായ തീരുമാനം എടുക്കും. ഇപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞതുകൊണ്ട് പാൽവില കൂട്ടുകയില്ല എന്നുള്ള നിലപാടൊന്നും ആർക്കുമില്ല. പക്ഷേ കർഷകർക്ക് സഹായകമാണ്. ഇന്ന് ഇപ്പോൾ അനൗപചാരികമായ ഒരു ചർച്ചയിൽ തന്നെ ചിലർ സൂചിപ്പിച്ച പോലെ പാൽവില കൂട്ടുകയോ കർഷകർക്ക് അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ നമ്മുടെ ലാഭത്തിൻ്റെ വിഹിതം കർഷകരെ സഹായിക്കാൻ കൊടുത്തപ്പോൾ അതിൻ്റെ ഗുണം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം 12% പാലിൻ്റെ സംഭരണ വർധനവ് ഈ അടുത്ത 2-3 കൊല്ലം ഇല്ലാത്തത് ഈ കൊല്ലം നമ്മൾ 3 യൂണിയനിലുണ്ടായിട്ടുണ്ട്. 12.15% ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാലിൻ്റെ സംഭരണം കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മറ്റൊരു അഭിപ്രായം നമുക്ക് തോന്നുന്നത് അത് അത്ഭുതമാണ്. അതും പഠന വിഷയമാക്കണം. നമ്മൾ നിങ്ങളെ മാധ്യമങ്ങളിലൂടെ കേട്ട അറിവ് വെച്ചുകൊണ്ട് കേരളത്തിലെ കാലികളുടെ എണ്ണത്തിൽ 32% കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. ആ 32% കുറവുണ്ടെന്ന് പറയുമ്പോൾ മിൽമയുടെ പാല് സംഭരണത്തിൽ 12% വർധനവാണ്. അപ്പോൾ ഏപ്രിൽ മുതൽ നോക്കിയാൽ 20-25% വർധനം 3 യൂണിയനിലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ റിപ്പോർട്ടിൽ അതും കൂടെ പരിശോധിച്ച് പറയും അനോഫീഷ്യലായിട്ട്. നമുക്കിപ്പോൾ സംഭരണ വർധനവ് ചെറിയ തോതിൽ ഡബിൾ ഡിജിറ്റിലും മുകളിൽ സംഭരണ വർധന പോകുന്നത് ഈ അടുത്ത 3-4 കൊല്ലം എടുത്ത് നോക്കിയാൽ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ എവിടെ നിന്നോ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞ് പാൽവില വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പാൽവില വർദ്ധിപ്പിക്കണോ, കർഷകരെ സഹായിക്കണം, അതിന് അവരുടെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുക. അതായത് നിലവിൽ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല, അതോടൊപ്പം തന്നെ പാൽവില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല. ഇല്ല, ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് കിട്ടുന്ന മുതൽ തീരുമാനം. കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റേ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ആവശ്യപ്പെടുന്നത് പാൽവില കൂട്ടണം എന്നുള്ളതാണ്. ഇത് യോഗത്തിൽ അവർ ആവശ്യപ്പെടുന്നതാണ് മനസ്സിലാക്കുന്നത്. വടക്കൻ കേരളത്തിൽ നിന്ന് ആരും ആവശ്യപ്പെട്ടു? അപ്പോൾ ഈ പറയുന്ന കുറേ കർഷകരുടെ കുറവ് ഉണ്ടായിട്ടുണ്ട്. ഈ കർഷകരുടെ കുറവുണ്ടാകുമ്പോഴത്തേക്കും ക്ഷീര കർഷകർ കുറയുകയാണ്. അതിന് കാരണം ഈ പാലിൻ്റെ വില കുറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. പാലിന് വില കൂട്ടിയേ മതിയാവുകയുള്ളൂ എന്നുള്ള ചർച്ച വന്നേ ഇല്ല എന്നുള്ളതാണ് അഭിപ്രായം. നമുക്ക് ചില ക്വാർട്ടേഴ്സിൽ നിന്ന് നമ്മൾ പാൽവില വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. എന്തിനാണ് പാൽവില വർദ്ധിപ്പിക്കുന്നത്? കർഷകരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളത്. കർഷകരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചാൽ പിന്നെ പാൽവില വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം അവരുടെ മുമ്പിലില്ല. അവർക്ക് ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ അവർക്ക് ഇത്തിരി മെച്ചപ്പെട്ട രീതിയിൽ കിട്ടുന്ന വിധത്തിൽ പോകുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവർ പരിശോധിച്ച് റിപ്പോർട്ട് തരും. അതിനനുസരിച്ചുള്ളൊരു തീരുമാനം എടുക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോഴും KS മണി മിൽമയുടെ ചെയർമാൻ എന്നുള്ളത് പ്രാഥമികമായിട്ടൊരു ക്ഷീരകർഷകനാണ്. അപ്പോൾ ക്ഷീരകർഷകന് സഹായകമായ ഒരു നിലപാടല്ലാതെ എനിക്കൊരു ക്ഷീരകർഷകൻ എന്നുള്ള നിലയ്ക്ക് മറ്റൊരു നിലപാടിനെ കുറിച്ച് കഴിയില്ല. അത് പാൽവില വർദ്ധിപ്പിച്ചായാലും അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവ് കുറച്ചാലും കർഷകരെ സഹായിക്കുക എന്നുള്ള നിലപാടാണ്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്ന കപ്പാസിറ്റി ഒരു ക്ഷീരകർഷകൻ മാത്രമല്ല, മിൽമയുടെ ചെയർമാനാണ്. ഈ സ്ഥാപനവും നിലനിന്ന് പോകണം. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കർഷകർക്ക് വിരുദ്ധനാണ് എന്നൊക്കെ ചില ആൾക്കാരിങ്ങനെ പറഞ്ഞു വരുത്തിയാൽ അതിപ്പോൾ കേൾക്കാൻ ബാധ്യസ്ഥനാണല്ലോ ഞാൻ. പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ ഉത്തരവാദിത്തമായ പൊസിഷൻ ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ കർഷകർക്ക് വിരുദ്ധനം. ഞാൻ കഴിഞ്ഞ ഒരു യോഗത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ പാൽവില ഇപ്പോൾ 2 രൂപ 5 രൂപ കൂട്ടിയെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിട്ടുന്നില്ലേ? ഞാനും പാലൊഴിക്കുന്നുണ്ടല്ലോ ദിവസം, എനിക്കും കിട്ടുമല്ലോ. അപ്പോൾ അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ കർഷകരെ പിടിച്ചു നിർത്താനും കർഷകരെ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനും സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തും. ഇപ്പോൾ നമ്മൾ സാങ്കേതികമായിട്ടൊരു കമ്മിറ്റിയെ പഠിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ചെയർമാൻ കയറിയിട്ട് പാൽവില കൂട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ കമ്മിറ്റിയുടെ സാങ്കത്യം ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്.
വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കാം. അരുൺ ചോദിച്ച പോലെ പാൽ വില കൂട്ടില്ല എന്നാണോ തീരുമാനിച്ചു പറഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. കൂട്ടുന്ന തീരുമാനിച്ചോ കൂട്ടുന്ന തീരുമാനിച്ചിട്ടില്ല. കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് വന്നാൽ ഉചിതമായ തീരുമാനം എടുക്കും. ഓക്കെ, എന്തായാലും ഓണം വരെ പാൽ വില കൂട്ടില്ലല്ലോ, ഇനി ഒന്നുമില്ലല്ലോ. ഇപ്പം ഞങ്ങൾ വേറെ കാര്യം ഇപ്പോൾ ചോദിച്ചതുകൊണ്ട് നന്നായി. 75 ലക്ഷം ലിറ്റർ പാലാണ് ഓണത്തിന് വെളിയിൽ വാങ്ങിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പാൽ വില കൂട്ടുന്നുള്ള റിപ്പോർട്ട് എങ്ങാനും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വരുന്ന പാലിന് ഒരു 3 രൂപ ഒരു ലിറ്റർ എന്നാൽ ഞങ്ങൾ കൂട്ടുമെന്ന് പറഞ്ഞാൽ എത്ര പൈസ ഞങ്ങളെ പോയി? 2.25 കോടി രൂപ അപ്പോൾ അധികം പാൽ വില വാങ്ങിക്കുന്നതിന് കൊടുക്കണം. അപ്പോൾ തൽക്കാലം അതങ്ങനെ പോയിട്ട് ആ പൈസ അങ്ങനെ ലാഭം കിട്ടുന്നത് കർഷകർക്ക് സഹായിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ചാടുന്നില്ല. ഓണത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് പാലിൻ്റെ വിലയോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവോ ഇല്ലാതെ സാധനങ്ങളും പാലും കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് അങ്ങനെ മുന്നോട്ട് പോകും.